إن الحمد لله وحده نحمده ونستعينه ونستغفره به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഓരോ സ്റ്റെപ്പിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ, ഒരു മുത്തഖിയായി തഖ്വയുള്ള ഒരു മനുഷ്യനായി ജീവിച്ച് ഒരു മുവഹിദായി കൊണ്ട് മരണപ്പെട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടുന്ന പരിശ്രമങ്ങൾ ജീവിതത്തിലെമ്പാടും ഉണ്ടാകണമെന്ന് ഏറെ ഗൗരവത്തോടുകൂടി ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായൊരു ഏടായിരുന്നു തബൂക്ക് യുദ്ധം. ആ തബൂക്ക് യുദ്ധത്തിന്റെ പല വിധങ്ങളായ സംഭവങ്ങളും യുദ്ധവേളകളിൽ നടന്നതും അതിനു മുമ്പും ശേഷവും ഒക്കെ നടന്ന പല സംഭവങ്ങളും നമ്മൾ ഖുതുബയിൽ മുമ്പ് വിശദീകരിക്കുകയുണ്ടായി. അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന സാഹചര്യവും എന്ത് മനോഭാവത്തിലാണ് അദ്ദേഹം അവിടെ തബൂക്കിലേക്ക് യാത്രയാകാതിരുന്നത് എന്നും, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിനു ശേഷം കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്തത് എന്നുമൊക്കെ നമ്മൾ മുമ്പുള്ള ഖുതുബകളിൽ മനസ്സിലാക്കി. ഇവിടെ യാത്രാമധ്യേ തബൂക്കിൽ ചെന്ന് ക്യാമ്പ് ചെയ്യുന്ന സമയത്ത്, അവിടെ ടെന്റ് അടിച്ച് ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിന്റെ മുന്നിലുള്ള 30,000-ഓളം വരുന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽ കഅബ് റളിയല്ലാഹു അൻഹു വന്നിട്ടില്ല എന്നുള്ള വിവരം മനസ്സിലാക്കി കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരോട് ചോദിക്കാണ്, കഅബ് എവിടെ?
കഅബിനെ കാണുന്നില്ലല്ലോ. അങ്ങനെ ചോദിക്കുമ്പോ ഫഖാല റജുലുൻ മിൻ ബനി സലമ, ബനു സലമ ഗോത്രത്തിൽപ്പെട്ട അഥവാ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ റസൂലേ, ഹബസഹു ബുർദാഹു, അദ്ദേഹത്തിന്റെ പുതിയ 2 വസ്ത്രങ്ങളുമൊക്കെ താലോലിച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കാൻ. വനദറുഹു ഫീ ഇത്ഫൈഹി, അദ്ദേഹം ഇങ്ങനെ, അതൊരു പ്രയോഗമാണ്, സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയും അതുപോലെ ഇങ്ങനെ സ്വന്തത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി ദുനിയാവിന്റെ വിഭവങ്ങളിൽ മതിമറന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ദുനിയാവിനെ വിട്ട് നമ്മുടെ കൂടെ വന്നിട്ടില്ല എന്ന അർത്ഥം വെച്ചുകൊണ്ട് ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞ ഒരു വാചകം ഏറെ ശ്രദ്ധേയമാണ്. മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, ബിഅ്സ മാ ഖുൽത്, എത്ര മോശമാണ് നീ പറഞ്ഞത്. ബിഅ്സ മാ ഖുൽത്, നീ പറഞ്ഞത് വളരെ മോശമാണ്. വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, യാ റസൂലല്ലാഹ്, റസൂലേ, മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറ. കഅബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, കഅബിനെ സംബന്ധിച്ച് ഖൈറല്ലാതെ ഒന്നും തന്നെ നമുക്കറിയില്ല. അതുകൊണ്ട് ഇയാൾ എത്ര മോശപ്പെട്ട വർത്തമാനമാണ് ആ പറഞ്ഞത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞ സംഭവം സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു മര്യാദയാണ് ഒരു മുഅ്മിനിനെ പറ്റി, ഒരു സത്യവിശ്വാസിയെ പറ്റി നമുക്ക് വ്യക്തമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ആയിരിക്കും, അയാൾ ഇന്ന കാരണം കൊണ്ടായിരിക്കും, ഇന്ന വിഷയങ്ങളൊക്കെ കൊണ്ടായിരിക്കും എന്നൊക്കെ ഊഹിച്ചുകൊണ്ട് ഒരു വിശ്വാസിയുടെ അഭിമാനത്തിനും അയാളുടെ ഈമാനിനും കോട്ടം തെറ്റുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും നമ്മുടെ ഊഹങ്ങളും ജൽപ്പനങ്ങളും ഒക്കെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എത്രത്തോളം എന്നാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു വർത്തമാനം വിശ്വാസിയായ നമ്മുടെ സഹോദരന്റെ അടുക്കൽ നിന്ന് കേൾക്കേണ്ടി വന്നാൽ പോലും, നോക്കൂ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുക, ലാ തദുന്ന ബികലിമത്തിൻ ഖറജത് മിൻ അഖീകൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു സംസാരം, ഒരു മുഅ്മിനിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു സംസാരം, ലാ തദുന്ന ബികലിമത്തിൻ, അതിലേക്ക് നീ എന്ത് ചെയ്യരുത്, ഊഹിക്കരുത്, നീ വിചാരിച്ചു പോകരുത്, ഇല്ലാ ഖൈറ, അതുകൊണ്ട് ഖൈറല്ലാതെ ഒന്നും നീ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. എത്രത്തോളം എന്നാൽ വഅൻത തജിദു ലഹാ ഫിൽ ഖൈരി മഹ്മിലൻ, എത്രത്തോളം നിനക്ക് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും, നീ അവൻ പറഞ്ഞത് നിനക്ക് പറ്റിയതല്ലെങ്കിൽ പോലും, ഏതെങ്കിലും ഒരു വഴിയെ ആ സംസാരത്തിനെ ഒരു ഖൈറിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ നീ ചിന്തിക്കാൻ പഠിക്കണം എന്നാണ്. ചിലപ്പോൾ സംസാരിച്ച അവൻ എന്താ അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്, അത് അങ്ങനെ പറഞ്ഞത് ശരിയല്ലല്ലോ എന്നൊക്കെ നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, വഅൻത തജിദു ലഹാ ഫിൽ ഖൈർ മഹ്മിലൻ, നീ എവിടെ വരെ പോണം, ആ പറഞ്ഞതിന് ഏറ്റവും നല്ല അർത്ഥം എങ്ങനെ കൊടുക്കാൻ കഴിയുമോ, ആ വ്യക്തി പറഞ്ഞതിന് ഏറ്റവും നല്ല അർത്ഥം കൊടുക്കുന്ന രൂപത്തിലേക്ക് അയാളുടെ സംസാരത്തെ നീ ചിന്തിച്ച് ആ കോലത്തിലേക്ക് ആക്കിയെടുക്കണമെന്ന്. അതൊരു വിശ്വാസിയോടുള്ള ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. എന്നാൽ പലപ്പോഴും ഈ വിഷയത്തിലൊക്കെ നമ്മൾ വലിയ വീഴ്ച വരുത്താറുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നോക്കുക, സലഫുകൾ പറയാറുണ്ടായിരുന്നു എന്നാണ്, ഇൽതമിസ് ലി അഖീക 70 ഉദ്റൻ, അഥവാ നീ നിന്റെ സഹോദരന് വേണ്ടി 70 ഉദ്റുകൾ കണ്ടുപിടിക്കണം. നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഒരു അസംതൃപ്തി തോന്നി, എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് തോന്നിയാൽ, നിന്റെ സഹോദരന്റെ ഭാഗത്തു നിന്ന്, മുഅ്മിനായ നിന്റെ സഹോദരന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പൊരുത്തക്കേടോ ബുദ്ധിമുട്ടോ നിനക്ക് അനുഭവപ്പെട്ടാൽ 70 ഉദ്റൻ, നീ 70 കാരണങ്ങൾ കണ്ടുപിടിക്കണം. ഇന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക, ഇന്ന വിഷയം കൊണ്ടായിരിക്കും, അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ നിന്നത് കൊണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ തിരക്കിലായതുകൊണ്ടായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും, അതല്ലെങ്കിൽ അതായിരിക്കില്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ 70 കാരണങ്ങൾ കണ്ടുപിടിക്കണം. നമ്മളോ
ഒന്നാമത്തെ കാരണത്തിൽ തന്നെ ആളെ നിലത്തിട്ടുണ്ടാവും. നോക്ക, ഇബ്നു സിരീൻ, അബൂ ഖിലാബ ഇവരൊക്കെ താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരാണ് റഹിമഹുമുല്ലാഹ്. അവരുടെ സ്വഹീഹായ ഒരു ഖൗല് നമുക്ക് കാണാൻ സാധിക്കും. ഇദാ ബലഗക അൻ അഖീക ശൈഅൻ, നിന്റെ സഹോദരനെ പറ്റി ഒരു വാർത്ത നിന്റെ അടുക്കലെത്തി. നിന്റെ സഹോദരനെ പറ്റി ഒരു വാർത്ത, ഇന്ന ആൾ ഇന്നതുപോലെ ചെയ്തു, ഇന്ന ആൾ ഇന്നതുപോലെ പറഞ്ഞു, ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് പോയി, ഇങ്ങനൊക്കെ കണ്ടു കേട്ടു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കിട്ടിയാൽ ഫൽതമിസ് ലഹു ഉസ്റൻ ജഹ്ദക്. ജഹ്ദക് എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര രൂപത്തിൽ, കഴിവിന്റെ പരമാവധി അതിനൊരു ഉദ്ർ കൊടുക്കാൻ. ഇന്ന കാരണം കൊണ്ടായിരിക്കും, ഒരു രക്ഷയില്ലാഞ്ഞിട്ടായിരിക്കും, പറ്റിപ്പോയതായിരിക്കും, അങ്ങനെ ആയതായിരിക്കും, ഇങ്ങനെയൊക്കെ ഉദ്റുകൾ കൊടുത്തുകൊണ്ട് അവന്റെ പ്രവൃത്തിയെയും അവന്റെ സംസാരത്തെയും ശുദ്ധീകരിക്കുന്ന രൂപത്തിൽ ഉദ്റുകൾ കണ്ടുപിടിക്കണം. ഇനി അവസാനം ഫഇല്ലം തജിദ് ലഹു ഉദ്റൻ, ഒരു ഉദ്റും കൊടുക്കാൻ പറ്റാത്തൊരു വാർത്തയാണ് കേട്ടത്. നമ്മൾ കേട്ട വിവരം, അല്ലെങ്കിൽ ഇന്ന ആള് പറഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കിട്ടി എന്നൊക്കെ പറഞ്ഞത്, ഇന്ന ആളുടെ ഒരു മെസ്സേജ് കണ്ടു, നമുക്ക് തോന്നിയത് തീരെ ശരിയല്ലല്ലോ എന്ന് തോന്നി. സലഫുകൾ പഠിപ്പിക്കണം 70 കാരണങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. 70 കാരണം കിട്ടിയില്ലെങ്കിലോ ഫഇല്ലം തജിദ് ലഹു ഉദ്റ, ഒരു ഉദ്റും കിട്ടുന്നില്ല, ആ പറഞ്ഞത് ഒട്ടും ശരിയായില്ല, എന്തൊക്കെ കാരണം പറഞ്ഞാലും ശരിയായില്ല എന്ന് തോന്നിയിടത്ത്, എന്തൊക്കെ കാരണം പറഞ്ഞാൽ ആ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുന്നിടത്ത് ലഅല്ല ലഹു ഉദ്റൻ, എന്തെങ്കിലും ഒരു ഉദ്ർ ഉണ്ടാവും. എനിക്ക് മനസ്സിലാകാത്ത, എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത, എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു കാരണം ഉള്ളത് കൊണ്ടായിരിക്കാം ലഅല്ല ലഹു ഉദ്റൻ, അങ്ങനെ ഒരു ഉദ്ർ ഉണ്ടാവും. എനിക്ക് മനസ്സിലാകാൻ ചിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ ചിട്ടാണ്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അതായിരിക്കില്ല മൂപ്പർ ഉദ്ദേശിച്ചത്. ഈ രൂപത്തിൽ ഒരു വിശ്വാസിയെ ഈ രൂപത്തിൽ ശുദ്ധീകരിക്കുന്ന ഒരു മനസ്സായിരിക്കണം തന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ 2-3 ദിവസം ഒരാളെ പള്ളിയിൽ കണ്ടില്ല, നമ്മളെന്താ പറയാ, ഇവരിപ്പോ പള്ളിയായിട്ടൊന്നും വലിയ കണക്ഷനൊന്നുമില്ല, ഇവരിപ്പോ വേറെ ദുനിയാവിന്റെ ഹാലിലാണ്. ഇനി ഒരു ചെറുപ്പക്കാരൻ 2-3 ദിവസം അടുപ്പിച്ച് പള്ളിയിൽ കണ്ടാലോ, കല്യാണമൊക്കെ ആയിട്ടുണ്ടാവും, അതായിരിക്കും ഇപ്പൊ പള്ളിക്കൊക്കെ അടുത്ത് കാണുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ സാധാരണ പള്ളിയിലേക്കൊന്നും വരാറില്ലാത്ത ആളാണ്, കല്യാണമൊക്കെ ആയപ്പോ ഇപ്പൊ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം പള്ളിയിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിന്തകളാണ്. വിശ്വാസിയായ ഒരു സഹോദരനെ സംബന്ധിച്ച് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ചെല്ലുക, നമ്മുടെ കുട്ടി ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്, പതിവില്ലാത്തൊരു ഖുർആൻ ഓത്ത്, നമ്മളെന്താ പറയാ, എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കാനുണ്ടാവും, അല്ലെ, എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാനുണ്ടാവും, എവിടെയെങ്കിലും ടൂർ പോകാനുണ്ടാവും, എന്തെങ്കിലും പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതിനെ നമ്മളെ സോപ്പിടാൻ വേണ്ടിയിട്ടായിരിക്കും ഇരുന്ന് ഖുർആൻ ഓതുന്നത്. നമ്മുടെ മക്കളെ സംബന്ധിച്ചും നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചും നമ്മുടെ ആദർശ സുഹൃത്തുക്കളെ സംബന്ധിച്ചും സഹപ്രവർത്തകരെ ഒക്കെ സംബന്ധിച്ചും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചുള്ള ഒരു മുഅ്മിനിന്റെ കാഴ്ചപ്പാട് ഒരിക്കലും ഈ രൂപത്തിലാകാൻ പാടില്ല. ഈയിടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് ഇങ്ങനെ ചോദിക്കാൻ, സാധാരണ സുബഹിസ്കാരത്തിലൊന്നും കാണില്ലല്ലോ, അപ്പോ ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ കുറച്ചിങ്ങനെ നേരത്തെ എഴുന്നേൽക്കലൊക്കെ തുടങ്ങി, ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, ജിമ്മിലൊക്കെ പോകുന്നേ, അതാണ് ഇപ്പൊ രാവിലെ സുബഹിക്കൊക്കെ, അതിനുവേണ്ടി നേരത്തെ എഴുന്നേറ്റ് സുബഹിക്ക് വരണാണ്, അതിനിപ്പോ നിസ്കരിക്കാൻ വേണ്ടി വന്നൊന്നല്ല. ഒരു വിശ്വാസി സുബഹി നമസ്കാരത്തിന് വരുമ്പോ സന്തോഷിക്കേണ്ടതിന് പകരം ഇന്ന ദുനിയാവിന്റെ ഇന്ന ആവശ്യം ആയതുകൊണ്ടല്ലേ, യാത്ര ഉള്ളത് കൊണ്ടല്ലേ, ഇന്ന ആവശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ പള്ളിയിലേക്ക് വന്നത്, ഇല്ലെങ്കിൽ ഇപ്പൊ പള്ളിക്കൊന്നും കാണൂല്ലല്ലോ. ഒരാട് വീട് പണിതാലോ, നമ്മൾ ആദ്യം ചെയ്താൽ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും പണിത്, ഇല്ലെങ്കിൽ ഇപ്പൊ അവൻ്റെ അടുത്ത് എത്ര കാശുണ്ടാവാൻ, ഇത്രയും പൈസ ഒന്നും ഒറ്റയടിക്ക് എടുക്കാനുണ്ടാവില്ലല്ലോ, ലോണൊക്കെ എടുത്തിട്ടായിരിക്കും പണിതിട്ടുണ്ടാവുക. നോക്കുക, ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചപ്പാടുകളും ആ വിശ്വാസിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു പരിഗണനയും ആ വിശ്വാസിക്ക് ഇസ്ലാം നൽകുന്ന ഒരു യോഗ്യതയൊന്നും പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് സലാം പറഞ്ഞിട്ട് സലാം പറഞ്ഞില്ലെങ്കിൽ നമ്മളെന്താ വിചാരിക്കുക, എന്തിപ്പോ സലാം പറയാതിരുന്നു, കഴിഞ്ഞ ദിവസം എന്നോട് 2000 രൂപ കടം ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടില്ല, അതായിരിക്കും ഇപ്പൊ. ചിലപ്പോ കേട്ടിട്ടുണ്ടാവൂല, ചിലപ്പോ വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കും, ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല, ചിലപ്പോ ഇങ്ങനെ തിരിഞ്ഞു നടന്നപ്പോ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ആലോചിക്കുക, ഒരാൾ സലാം പറഞ്ഞു തിരിച്ച് സലാം പറഞ്ഞില്ല, എന്തൊക്കെ കാരണങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലൂടെ പോവാ. അന്ന് കല്യാണം വിളിക്കാത്തതുകൊണ്ടായിരിക്കും, അന്ന് കടം ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും,
ഇങ്ങനെ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു വിശ്വാസിയെ അവൻ അർഹിക്കുന്ന പരിഗണന പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാരോപണം നടക്കണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ് എന്ന വാർത്ത പരക്കുകയാണ്. മഹാനായ സ്വഹാബി സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് ചേർത്തിട്ടാണ് അപവാദങ്ങൾ പരക്കെ. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖായ വ്യക്തിയാണ് ഈ വാർത്ത പരത്താൻ വേണ്ടി ആദ്യം അതിനുവേണ്ടി പരിശ്രമിച്ചതും അതിങ്ങനെ ആളുകളുടെ ഇടയിൽ പരത്തിയത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബിമാരടക്കം എന്ത് ചെയ്തു? ആ വാർത്തയെ ഏറ്റുപിടിക്കുകയും പ്രഗത്ഭരായ പല സ്വഹാബിമാരും ആ വാർത്തകൾ ഏറ്റുപിടിക്കുകയും മറ്റുള്ള ആളുകളോട് ഇത് പറഞ്ഞു നടക്കുകയും ചെയ്ത സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ അതിനെ ശക്തമായി കൊണ്ട് താക്കീത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൽ നൂറിന്റെ 12-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കാൻ, ലൗലാ ഇദ് സമിഅ്തുമൂഹു, നിങ്ങളത് കേട്ടല്ലോ, അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേട്ട സമയത്ത് വന്നൽ മുഅ്മിനൂൻ വൽ മുഅ്മിനാത്ത്, വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, ചിന്തിക്കേണ്ടത് നിങ്ങൾ ലൗല, എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല മുഅ്മിനീങ്ങളെ സംബന്ധിച്ചും മുഅ്മിനീകളായ സ്ത്രീകളെയും പുരുഷന്മാരെ സംബന്ധിച്ചും ബി അൻഫുസിഹിം ഖൈറ, നിങ്ങളുടെ കൂടെയുള്ള വിശ്വാസികളല്ലേ ഇവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങളുടെ കൂടെയുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ, നിങ്ങളുടെ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, സ്വഹാബിമാരിൽ പ്രഗത്ഭനായ ധീരനായ സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു. അത്രയേറെ ഉന്നതമായ ദറജയിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങളായ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് ലൗല വന്ന, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? ഖൈറ, ഇനി അത് കേട്ട സമയത്ത് വഖാലു ഹാദാ ഇഫ്കും മുബീൻ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞ സമയത്ത് ഹാദാ ഇഫ്കും മുബീൻ, ഇത് നുണയാണ് എന്ന് നിങ്ങൾ എന്തേ പറയാതിരുന്നു? സ്വഹാബിമാർക്കുള്ള താക്കീതാണ്. അത് കേട്ടപാടെ ഇതൊരു നുണയാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല എന്ന് എന്തേ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല? അപ്പൊ അങ്ങനെ തന്നെയാണല്ലേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു മോശക്കാരിയാണ്, ഇങ്ങനെയൊക്കെ കണ്ടു, ഇന്ന ആളുകളൊക്കെ പറഞ്ഞു എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് ആയത്തിന്റെ തഫ്സീറിൽ 12ഓളം മസ്അലകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയാ, വഖാല ഇബ്നു സെയ്ദ് റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയാ, വന്നൽ മുഅ്മിനൂന അന്നൽ മുഅ്മിന ലാ യഫ്ജുറു ബി ഉമ്മിഹി, ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കാൻ കഴിയും തന്റെ ഉമ്മയെ സംബന്ധിച്ച്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിശ്വാസികളുടെ ഉമ്മയാണ്. ആ വിശ്വാസികളുടെ ഉമ്മയെ സംബന്ധിച്ച് ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ഒരു മുഅ്മിനിന്, ഒരു മുഅ്മിനായ സ്ത്രീയെ സംബന്ധിച്ച്, പുരുഷനെ സംബന്ധിച്ച് ഇങ്ങനെ ഈ രൂപത്തിൽ മോശമായി ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയും? ചിന്തിക്കാൻ പാടില്ല. ആ സമയത്ത് കൃത്യമായ നിലപാടെടുക്കണമായിരുന്നു. ആരെ പോലെ? അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. പരിശുദ്ധ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തിന്റെ തഫ്സീറിൽ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു രംഗം, അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയെ സംബന്ധിച്ചുള്ള ഒരു സംഭാഷണം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫഖാലത് ലഹു, അവിടുന്ന് വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഭാര്യ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, യാ അബാ അയ്യൂബ് അസമിഅത മാ ഖീല, അല്ല ആളുകൾ പറയണതൊക്കെ നിങ്ങൾ കേട്ടോ? കേട്ടില്ലേ പറയണത്? ഫഖാല നഅം, അതെ ഞാൻ കേട്ടു. വദാലികൽ കദിബ്, അത് നുണയല്ലേ, കളവാണ്, അത് കളവാണല്ലോ. തിരിച്ച് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? അകുൻതി അൻതി യാ ഉമ്മ അയ്യൂബ് തഫ്അലീന ദാലിക, അല്ല നീയാണെങ്കിലോ, സ്വന്തം ഭാര്യയോട് ചോദിക്കാം, നിന്നെ പറ്റിയാണെങ്കിലോ നീ ഇങ്ങനെ ആവോ? അങ്ങനെ ഒരാളാണോ നീ? അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു ആണ്, ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ മഹാനായ സ്വഹാബി പറയാ, ഫആയിഷതു വല്ലാഹി അഫ്ളലു മിൻക, നിന്നേക്കാൾ അഫ്ളലാണ്, ഉത്തമയാണ് ആര്? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ പിന്നെ ഒരിക്കലും എന്തല്ല, അത് സത്യമാകാൻ വഴിയില്ല എന്ന അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു നിലപാട്
പരിശുദ്ധ ഖുർആൻ പ്രശംസിക്കാൻ തഫ്സീറുകളിലൂടെ നീളം ആ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തുറന്നുകൊണ്ട് പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്താണ് നിർബന്ധമാക്കിയത്? നമ്മളെല്ലാവരും ഒരു വേള നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്. അല്ലാഹു വാജിബാക്കി, നിർബന്ധമാക്കി അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പേരിൽ വാജിബാക്കിയ ഒരു വിഷയമാണ് ഇദാ സമിഉ റജുലൻ യഖ്ദിഫു അഹദൻ വയദ്കുറു ബിഖബീഹിൻ ലാ യഅരിഫൂനഹു ബിഹി. നമ്മൾ ഇതുവരെ ഒരാളെ പറ്റി അങ്ങനെ കേട്ടിട്ടില്ല. ഒരാളെ പറ്റി, ഒരു മുഅ്മിനിനെ പറ്റി, ഒരു വിശ്വാസിയായ വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാര്യം നമ്മൾ കേട്ടു. ഇന്ന് വരെ അങ്ങനെ ഒരു ആരോപണം, ഇന്ന് വരെ അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹത്തെ പറ്റി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മോശം അഭിപ്രായം ആരെങ്കിലും പറയുന്നത് കേട്ടാൽ, ഒരു ചർച്ചയിൽ, ഒരു മീറ്റിംഗിൽ അങ്ങനെ പറയുന്നത് കേട്ടാൽ എന്താ ചെയ്യേണ്ടത്? അല്ലാഹു ഇവിടെ വാജിബാക്കിയ വിഷയം എന്താ? അതിനെതിരെ അപലപിക്കുകയും അത് കളവാണ് എന്ന് പറയലും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അന്വേഷിച്ചിട്ട് പറയാം, ഞാൻ ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കട്ടെ, മൂപ്പരോടൊന്ന് ചോദിക്കട്ടെ, അന്വേഷിച്ചിട്ടൊക്കെ പറയാം. അല്ല, അങ്ങനെയല്ല. അത് ആ സ്പോട്ടിൽ അത് കളവാണെന്ന് പറയൽ ഒരാളുടെ ബാധ്യതയാണ്, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഇതുവരെ അങ്ങനെ അയാളെ പറ്റി ഇങ്ങനെ അതുവരെ കേട്ടിട്ടില്ല, ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. ആരോ ഒരാൾ പറഞ്ഞു, 3-4 ആളുകൾ പറഞ്ഞു, കുറെ ആളുകൾ പറഞ്ഞു, ഇല്ല, അത് കളവാണെന്ന് പറയൽ, അത് തെറ്റാണെന്ന് പറയൽ, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയൽ ഒരാൾക്ക് വാജിബാണ് എന്ന്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യാണ്, ഭീഷണിപ്പെടുത്താണ്. എന്ത്? തറക ദാലിക വമൻ നഖല. അങ്ങനെ പറയാത്ത ഒരാളെയും, ഇങ്ങനെ ഈ വാർത്തകൾ പറഞ്ഞു നടക്കുന്ന ആളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യാണ്. അഥവാ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയാൻ, ഇന്ന ആൾ ഇന്നതുപോലെയാണ് കേട്ടോ, അയാൾ അവിടെ പോയിട്ടുണ്ട് കേട്ടോ, അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ടോ, ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടിട്ടോ, ഇന്ന പോലെ പറയുന്നത് കേട്ടോ, അയാൾ എന്നെ ഫോൺ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. ഈ രൂപത്തിലൊക്കെയുള്ള സംസാരം ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അയാളെ എതിർക്കൽ, നിങ്ങൾ ആ പറയുന്നത് നുണയാണ് എന്ന് പറയൽ വാജിബാണെന്നാണ്. അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കെതിരെയും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യണം. തുടർന്നുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വളരെ മനോഹരമായ ഒരു വാചകം അദ്ദേഹം പറയാം, ഒരു മുസ്ലിമിന്റെ വസ്ത്രം എന്ന് പറയുന്നു, ഒരു മുസ്ലിം ധരിച്ചിരിക്കുന്ന നേരായ പാതയുടെ ഒരു വസ്ത്രമുണ്ട്, ഒരു സിറാത്തുൽ മുസ്തഖീമിന്റെ ഒരു വസ്ത്രമുണ്ട്. ലാ യുസീലുഹാ അൻഹു ഖബ്റുൻ. അത് ഏതെങ്കിലും ഒരു വർത്തമാനം കൊണ്ട് കീറിപ്പോകുന്നതോ ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു വസ്ത്രമല്ല ഒരു മുസ്ലിമിന്റെ വസ്ത്രം എന്ന് പറയുന്നത്. തഖ്വയുടെ വസ്ത്രം, ഈമാനിന്റെ വസ്ത്രം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഒരു വർത്തമാനം കൊണ്ട്, എന്നിട്ടോ മുഹ്തമിൽ വ ഇൻഷാ, അതിങ്ങനെ 4 ആള് പറഞ്ഞു നടന്നാലും 1000 ആള് പറഞ്ഞു നടന്നാലും ആരുടെയെങ്കിലും സംസാരം കൊണ്ട് കോട്ടം സംഭവിക്കുന്ന ഒന്നല്ല ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ ഈമാനിന്റെ തഖ്വയുടെ വസ്ത്രം എന്ന് പറയുന്നു. എത്ര ഗൗരവകരമായ വിഷയം, എത്ര ഗൗരവകരമായ വിഷയം. പല വിഷയങ്ങളിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ട്, ഏതെങ്കിലുമൊക്കെ ന്യൂസിലെ വാർത്തകൾ കേട്ട്, ആരുടെയെങ്കിലുമൊക്കെ യൂട്യൂബിലെ വീഡിയോകൾ കണ്ട്, എവിടെയെങ്കിലുമൊക്കെയുള്ള വാട്സപ്പിലെ ഫോർവേഡുകൾ കണ്ട്, എവിടെയെങ്കിലുമൊക്കെ 4 ആൾ കൂടിയിരുന്ന കവലയിലെ സംസാരങ്ങളിൽ നിന്നും മുസ്ലിമായ പല ആളുകളെ സംബന്ധിച്ചും വിശ്വാസികളായ നമ്മുടെ സഹോദരന്മാരെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ മനസ്സിൽ കരുതിയിരിക്കുന്ന പല വിഷയങ്ങളും, പല ആളുകളെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ള ആളുകളോട്, നമ്മുടെ വീടുകളിൽ ഒരു പക്ഷെ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ സഹോദരന്മാരോടൊക്കെ രഹസ്യമായിട്ടിരുന്ന് സ്വകാര്യമായ സംഭാഷണങ്ങളിലൊക്കെ ഈ രൂപത്തിൽ മറ്റുള്ള മുഅ്മിനുകളായ ആളുകളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ലാത്ത, നമുക്ക് കൃത്യതയില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് എത്ര ഗൗരവകരമാണ്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എത്ര വലിയ മറുപടിയായിരിക്കും നമ്മൾ പറയേണ്ടി വരിക, എത്ര വലിയ വിലയായിരിക്കും, എത്ര അമലുകളായിരിക്കും പകരം നമ്മൾ കൊടുക്കേണ്ടി വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. മഹാനായ ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട് ഹദീസുകളിൽ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ഒരു പോരാട്ടത്തിന്റെ വേളയിൽ, ഒരു ഏറ്റുമുട്ടലിന്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്ന അൻസാരിയായ സ്വഹാബിക്കും ഒരു ശത്രുവിനെ കയ്യിൽ കിട്ടി. അവർ തമ്മിൽ വലിയ പോരാട്ടം, ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഞാനും അൻസാരിയായ എന്റെ സഹോദരനും എതിർവശത്തു നിന്നും ഓപ്പോസിറ്റ് നിന്നുള്ള ഒരു ശത്രുവിനെ ഞങ്ങളിങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം. അവസാനം അവസാനം അവൻ തോൽക്കുമെന്നായി, അവൻ മരിക്കുന്നായി. ഞങ്ങൾക്കായി മേൽക്കൊയ്മ. അവൻ തോൽക്കുമെന്നായ സമയത്ത് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അൻസാരിയായ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്ത് ചെയ്തു? മാറി നിന്നു. അത് കേട്ടപ്പോ എന്ത് ചെയ്തു? അടിയും ഇടിയൊക്കെ നിർത്തി മാറി നിന്നു അദ്ദേഹം. അതേ സമയത്ത് ഞാനോ ഞാൻ എന്റെ കയ്യിലിരുന്ന കുന്തം എടുത്തിട്ട് ആളെന്ത് ചെയ്തു? കുത്തി. ആള് മരണപ്പെട്ടു. അൻസാരിയായ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി മാറി നിന്നു, ഞാൻ അദ്ദേഹത്തെ കുത്തി, അദ്ദേഹം മരിച്ചു. വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത കേട്ട ഉടനെ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ചോദ്യം, അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല ആ വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷമാണോ നീ അയാളെ കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചു. ഇപ്പോ ഉസാമത്ത് റളിയല്ലാഹു അൻഹു ഒരു കാര്യം എന്താന്ന് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി. ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ ഖാലഹാ ഖൗഫൻ മിനസ്സിലാഹ്, എന്റെ വാള് കണ്ട് പേടിച്ചിട്ടല്ലേ അവൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അയാളെ കൊലപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അയാളെ കൊലപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ പറഞ്ഞൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ റസൂലെ അത് എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു മറുപടി ഉണ്ട്. അഫല ശഖഖ്ത അൻ ഖൽബിഹി, നീ അവന്റെ ഹൃദയം പിളർന്നു നോക്കിയോ എന്നാണ്. ശഖഖ്ത, കീറി മുറിച്ച് തുറന്നു നോക്കിയോ, അങ്ങനെ നോക്കിയോ? ഹത്താ തഅലമ ഖാലഹാ അം ലാ, അവൻ എന്തുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്? ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തോടു കൂടി ഹൃദയത്തിൽ തട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതാണോ? അതല്ല ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ? അതല്ല നമ്മുടെ കൂടെ കൂടാൻ വേണ്ടി പറഞ്ഞതാണോ? അവൻ മുനാഫിക്കാണോ, അവൻ മുഅ്മിനാണോ, ഇതൊക്കെ വെറുതെ പറഞ്ഞതാണോ എന്നറിയാൻ അഫലാ ശഖഖ്ത അൻ ഖൽബി, അവന്റെ കൽബ് തുറന്ന് നീ നോക്കിയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഹദീസ് തീരുന്നില്ല. ഫമാ സാല യുകർരിറുഹാ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കാര്യം വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. എന്താ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു? അഫലാ ശഖഖ്ത അൻ ഖൽബി, അവന്റെ കൽബ് നീ തുറന്നു നോക്കിയോ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം? ഞാൻ അന്ന് വരെ ഒരു മുസ്ലിം ആയിരുന്നില്ലെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആ ദിവസം വരെ ഞാനൊരു മുസ്ലിം ആയിരുന്നില്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. ഇതിന് ശേഷമായിരുന്നു ഞാനൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ, ഇന്നാണ് ഞാൻ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഞാൻ ആ ചെയ്തത് അള്ളാഹ് എനിക്ക് പുറത്തു തരുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നോക്കൂ, എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് ഇത്. ഇസ്ലാം സ്വീകരിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചാണ്. ആ വ്യക്തി മുഅ്മിനാണോ, മുസ്ലിമാണോ, മുനാഫിക്കാണോ, ഇതിനൊന്നും ഒരു സർട്ടിഫിക്കേഷനോ ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത്, ഒരു യുദ്ധത്തിന്റെ സമയത്ത് മരിക്കുമെന്നായപ്പോ ശത്രുപക്ഷത്തു നിന്നുള്ള ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അയാളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അവന്റെ ഹൃദയം തുറന്നു നോക്കിയോ? അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ഹൃദയത്തിൽ തട്ടിയാണോ അല്ലാതെയാണോ അതറിയാതെ എന്തർഹത, എന്ത് വിഷയത്തിലാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണമെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, നമ്മുടെ കൂടെ നമ്മുടെ സ്വഫിൽ ചേർന്ന് നിന്ന് നമസ്കരിക്കുന്ന, നമ്മുടെ കൂടെ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന, നമ്മുടെ കൂടെ എല്ലാ വിഷയങ്ങൾക്കും നമ്മളോട് സഹകരിക്കുന്ന, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും നമ്മളോട് സഹകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്ത് മനോഭാവമാണ് നമുക്ക് വേണ്ടത്? അതാണോ യഥാർത്ഥത്തിൽ നമുക്കുള്ളത്?
മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ സ്വഹീഹായ ഒരു അസർ നമുക്ക് കാണാൻ സാധിക്കും. അയ്യുഹന്നാസ്, ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയും, മുഴുവൻ ആളുകളോടുമായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ഇന്നൽ വഹ്യ ഖദ് ഇൻതഖദ. ഇന്നൽ വഹ്യ, തീർച്ചയായും വഹി എന്ന് പറയുന്നത് ഇൻഖതഅ, അത് മുറിഞ്ഞു പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടി വഹി അത് അവസാനിച്ചു. വഹി അവസാനിച്ചു. അതുകൊണ്ട് തന്നെ വഇന്നമാ നഖുദുകും അൽആന ബിമാ ളഹറ ലനാ മിൻ അഅമാലികും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നോക്കിയായിരിക്കും ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വിലയിരുത്തുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നോക്കി നിങ്ങൾ നമസ്കരിക്കുന്ന ആളുകളാണോ, നിങ്ങൾ ഖൈറൊക്കെ ചെയ്യുന്ന ആളുകളാണോ എന്ന് നോക്കിയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വിലയിരുത്തുക എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ. ഫമൻ അദ്ഹറ ലനാ ഖൈറ, പുറമെ ഖൈറൊക്കെ ഉള്ള ആളുകളുണ്ടാവും, നന്മകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അമ്മന്നാഹു വഖറബ്നാഹു, അവർക്ക് നമ്മൾ നിർഭയത്വം കൊടുക്കും, അവരെ ചേർത്ത് പിടിക്കും, അത്ര തന്നെ. വലൈസ ലനാ മിൻ സരീറതിഹി ശൈഉ, അവരുടെ രഹസ്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു പിടുത്തമില്ല. അവരുടെ രഹസ്യങ്ങൾ എന്താ, അവരുടെ ഉള്ളിലെന്താ, ഇതൊക്കെ ഉള്ളിൽ ഈ പുറമെ കാണുന്നൊക്കെ ഉള്ളിലുണ്ടോ? ഈ നമസ്കാരമൊക്കെ നമ്മുടെ കൂടെ നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്, നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ട്, ഇതൊക്കെ ഉള്ളിൽ ഉണ്ടായിട്ട് തന്നെയാണോ, ഈമാനൊക്കെ ഉണ്ടോ ഹൃദയത്തിൽ? ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല. എന്നിട്ടോ അല്ലാഹു യുഹാസിബുഹു ഫീ സരീറതിഹി, അള്ളാഹു ആണ് നാളെ എന്ത് ചെയ്യുക, അവന്റെ രഹസ്യങ്ങളെ സംബന്ധിച്ച് അവനെ വിചാരണ ചെയ്യുക. അത് നമ്മുടെ ജോലിയല്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശം. സഹോദരങ്ങളെ, ഈ ഉപദേശം നമുക്ക് കൂടെ ഉള്ളതാണ്. നമ്മുടെ സഹോദരന്മാരെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് ആളുകൾ പറയുന്ന വർത്തമാനങ്ങൾ, സംസാരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത്, അത് ചിലപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടിട്ടായിരിക്കാം, ആരുടെങ്കിലും ഒരു വാട്സപ്പിലെ സ്റ്റാറ്റസ് കണ്ടിട്ടായിരിക്കാം, എവിടെയെങ്കിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു ഷെയറുകൾ കണ്ടിട്ടായിരിക്കാം, ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടതായിരിക്കാം. നമ്മുടെ മനസ്സിലുള്ളതും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടതും എവിടെന്നെങ്കിലൊക്കെ ഉള്ളതൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനോഭാവം മാറുന്ന ഒരു തരത്തിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടാൽ അവരെ എതിർക്കാനും അത് തെറ്റാണ് എന്നും അത് കളവാണ് എന്നും പറയൽ ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ് എന്ന് പറയുമ്പോൾ ഏറെ ഗൗരവത്തോടു കൂടി വേണം ഈ വിഷയം നമ്മൾ സമീപിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന പോരായ്മകളെയും നമ്മുടെ സംസാരങ്ങളിൽ ഉണ്ടാകുന്ന പോരായ്മകളെയും അള്ളാഹു പുറത്തു നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാ തരത്തിലും ഹോസ്പിറ്റലിലെ വരാന്തകളിലും മറ്റുമായി കൊണ്ടൊക്കെ ദിവസങ്ങളോളം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ആ പരീക്ഷണത്തിൽ നിന്ന് അതിജയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅഖിമിസ് സ്വലാ.